ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എൽഎൻഡി. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റ് ആയ അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ആൾജിബ്ര സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന പാഠഭാഗത്തിലെ പേജ് 71-ലെ 3ാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത്. ചോദ്യം വായിക്കാം. ഫൈൻഡ് ദ സം ഓഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 9 എമംഗ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. അതായത് 9ന്റെ ഗുണിതങ്ങളായ 3 അക്ക സംഖ്യകളുടെ തുക കണ്ടെത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ 3 അക്ക സംഖ്യകള് 100 തൊട്ടാ തുടങ്ങുന്നത് അല്ലെ. 100 തൊട്ട് 999 വരെ 3 അക്ക അല്ലെ, 3 ഡിജിറ്റ് നമ്പേഴ്സ്. ഇതില് 9ന്റെ ഗുണിതങ്ങൾ മൾട്ടിപ്പിൾസ് ഓഫ് 9 എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുക, അവയുടെ തുക കാണുക. അപ്പൊ നമുക്ക് 100 തൊട്ട് 999 വരെയാണ് നമ്മുടെ 3 അക്ക സംഖ്യകൾ. ഇതില് ഏതൊക്കെയാണ് മൾട്ടിപ്പിൾസ് ഓഫ് 9 എന്ന് കണ്ടുപിടിക്കാൻ ആദ്യത്തെ സംഖ്യ 100 നമ്മള് 9 കൊണ്ട് ഹരിക്കുന്നു. 1 9 9 10, 1 9 9 ശിഷ്ടം 1. ഇവിടെ നോക്കിയാൽ നമുക്ക് ശിഷ്ടം 1 വന്നല്ലേ. ശിഷ്ടം 0 വരണ്ട, അതിനുശേഷം ഹരിക്കണമെങ്കിൽ ശിഷ്ടം 0 വേണം. 9ന്റെ ഗുണിതങ്ങളാകണമെങ്കിൽ ശിഷ്ടം 0 വേണം. അപ്പൊ ഇതിന്റെ കൂടെ എത്ര കൂടെ കൂട്ടിയാൽ 9 കിട്ടും? 8 അല്ലെ. 8 1 9 ആകുമ്പോൾ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. ഇവിടെ 8 കൂട്ടിയാൽ 9ന്റെ ഗുണിതമാകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 8 കൂട്ടിയാൽ പോരെ. ഇപ്പൊ എത്ര വരും? 108 വരും. നമുക്ക് നോക്കാം 108 9ന്റെ ഗുണിതമാണോ? 1 9 9 18 9 2 18 ശിഷ്ടം 0. അപ്പൊ നമുക്ക് ആദ്യത്തെ സംഖ്യ കിട്ടി, x1 കിട്ടി. അപ്പൊ നമുക്ക് x1 എഴുതാം. x1 എത്രയാണ്? 108. xn ലാസ്റ്റ് നമ്പർ 999 9ന്റെ ഗുണിതമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. ഹരിച്ചു നോക്കേണ്ട കാര്യം ഇല്ല, 3 9 തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലെ. ഇനി നമുക്ക് n കണ്ടുപിടിക്കണം. എത്രയാണ് n ഈക്വൽസ്? ഞാനൊരു ഫോർമുല പറഞ്ഞു തന്നിട്ടുണ്ട്, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. xn മൈനസ് x1/d പ്ലസ് 1. xn എത്ര? 999 മൈനസ് 108/9 പ്ലസ് 1 ഈക്വൽസ് 999-ൽ നിന്ന് 108 പോയാൽ എത്ര? 198. 891/9 പ്ലസ് 1. 891-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാ കിട്ടുക? 891/9. 9 9s 81. 8 എത്ര? 9. 99 എന്ന് കിട്ടും. 99 പ്ലസ് 1 ഈക്വൽസ് 100. അപ്പൊ നമുക്ക് n കിട്ടി. എത്രയാന്ന് കിട്ടി? 100 എന്ന് കിട്ടി. ഇനി നമുക്ക് സമ്മലയാണോ ചോദിച്ചിരിക്കുന്നത്. സം ഓഫ് 100 ടേംസ് ഈക്വൽസ് 100/2. ആദ്യം ഞാൻ ഫോർമുല എഴുതാം. Sum of Sn is equal to n/2 into first term plus last term. ഇവിടെ n നമുക്ക് എത്ര കിട്ടിയ? 100 ആയിട്ട് അല്ലേ. നമുക്ക് ഇത് എങ്ങനെ എഴുതാം? 100/2 into എത്രയാ? 108 ഫസ്റ്റ് നമ്പർ, ലാസ്റ്റ് നമ്പർ എത്രയാ? 999. ഇതങ്ങ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് എത്ര കിട്ടിയ? S is equal to 100/2 into 999 plus 108 അല്ലേ. 16 17 10 9 11 11 into 1107. 100/2 എത്ര കിട്ടും? 50. 50 into 1107
7, 5, 10, 5, 35, 0, 3, 55, പിന്നെ ഒരു 0 അവിടെ കൊടുക്കുക. ഈ 0 അവിടെ കൊടുത്തിരിക്കുന്നു. 5, 5, 3, 5, 0. 55,350 ആണ് എന്താണ് sum of all multiples of 9 among 3 digit numbers. Sum of is 100 ആണ് കേട്ടോ. Sum of 100 terms equals 55350. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം. The nth term of some arithmetic sequences are given below. Find the sum of the first n terms of each. ഓരോ അതില് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് 2n plus 3. അതായത് ഇത് എന്ത് ടേമാ തന്നിരിക്കുന്നത്? xn തന്നിരിക്കുന്നത്. xn തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ കാണണം? sn കാണണം. സം ഓഫ് n ടേംസ്. xn തന്നിട്ട് നമുക്ക് എന്താ കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്? sn ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് തുടങ്ങാം. xn is equal to 2n plus 3. എന്നിട്ട് 1 കൊടുക്കുക. അപ്പൊ x1 എന്ന് കിട്ടും അല്ലേ? 2 into 1 plus 3 എത്ര? 2 into 1 is 2. 2 plus 3 is 5. നമ്മുടെ sn എത്രയാണ്? സം ഓഫ് n ടേംസ്. ഫോർമുല n/2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇവിടെ n നമുക്കറിയാവോ? ഇല്ല. n ടേംസിൽ കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ തന്നെ എഴുതാം. n/2 into ഫസ്റ്റ് ടേം എത്ര? 5 പ്ലസ് xn എത്ര? 2n plus 3. ഇത് 5 plus 3 നമുക്ക് എത്ര കിട്ടും? 8 എന്ന് കിട്ടും അല്ലേ? 8 പ്ലസ് അതിൽ നിന്ന് 2 നമുക്ക് കോമൺ ഫാക്ടർ എടുക്കാം. ഈക്വൽസ് n/2 into 5 plus 3, 8 plus 2n. ഇതിൽ നിന്ന് 8 plus 2n നിന്ന് ഞാൻ 2 കോമൺ ഫാക്ടർ എടുക്കുന്നു. ഈ 2 ആയിട്ട് കട്ട് ചെയ്ത് പോവാൻ 2 കോമൺ ഫാക്ടർ എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടേമിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും ബ്രാക്കറ്റിനകത്ത് വരിക. എന്നിട്ട് 2 അങ്ങ് പുറത്ത് വരും. ഈക്വൽ ടു n/2 into 2 പുറത്തെടുക്കുമ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 2 ആണ്. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4. 2n-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ n. 4 plus n ആണ് ബ്രാക്കറ്റിനകത്ത് വരുന്നത്. 2 × 2 കട്ട് ചെയ്യാം. n into 4 plus n. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 4n plus n square. ഇത് കിട്ടും 4 into n 4n. 4n plus 4n ഇപ്പുറത്തോട്ട് എഴുതാം. ഈക്വൽ ടു 4n plus n into n n square. ഇതിനെ തിരിച്ചെഴുതാം. n square plus 4n. ഞാൻ തിരിച്ചെഴുത ജനറൽ ഫോം വരുന്ന രീതിയിൽ സെക്കൻഡ് ഡിഗ്രി ഫസ്റ്റ് വരാൻ വേണ്ടിയാണ്. അപ്പൊ sn is equal to n square plus 4n എന്ന് കിട്ടി. ഇതാണ് ആദ്യത്തെ ആൻസർ. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം. രണ്ടാമത്തത് 3n plus 2. നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ. ഇത് xn അല്ലേ? xn is equal to 3n plus 2. n-ന് 1 കൊടുക്കുക. x1 is equal to 3 into 1 plus 2. 3 into 1 3. 3 plus 2 5. നമ്മുടെ sn equals n/2 into x1 plus xn equals n/2 into x1 എത്ര? 5 plus 3n plus 2. പുറത്തോട്ട് എഴുതാം. equals n/2 into 5 plus 2 7 plus 3n. ഇവിടെ മൾട്ടിപ്പിൾ ഒന്നും അല്ല, നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ഓപ്പൺ ദ ബ്രാക്കറ്റ്. ഈക്വൽസ് n/2 into 7 7n/2 plus n/2 into 3n 3n into n 3n square by 2. or ഇതിനെ പുറത്തോട്ട് കൊണ്ടുവന്ന് നമുക്ക് ജനറൽ ഫോമില് 3n square plus
7n 3n square by 2 7n by 2 അല്ലെങ്കിൽ ഹാഫിനെ അങ്ങ് പുറത്തെടുത്തുകൊണ്ട് ഹാഫ് ഇൻറ്റു 3n square പ്ലസ് 7 എന്ന് എഴുതാം. ഇതാണ് രണ്ടാമത്തെ സം ഓഫ് n ടേംസ്, സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് ഓഫ് ഈച്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തത് 2n minus 3 xn equals 2n minus 3. എല്ലാം ഒരേ രീതി, അതുകൊണ്ട് നമുക്ക് പാടൊന്നുമില്ല, ആ ഫോർമാറ്റിൽ അങ്ങ് പോയാൽ മതി. x1 കണ്ടുപിടിക്കുക, അത്ര മാത്രമേ ഉള്ളൂ, ബാക്കി ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. x1 is equal to 2 into 1 minus 3 equals 2 into 1 is 2. 2 minus 3, 2 ന്ന് 3 പോയാൽ മൈനസ് 1 കിട്ടും അല്ലേ. ഇനി നമുക്ക് Sn എഴുതാം. n by 2 into first term plus last term. n by 2 into first term എത്ര, minus 1 plus 2n minus 3. ഇവിടെ രണ്ട് മൈനസ് അല്ലേ, ആഡ് ആൻഡ് പുട്ട് നെഗറ്റീവ് സൈൻ. മൈനസ് 1ഉം മൈനസ് 3യും കൂടെ ആഡ് ചെയ്താൽ എന്താ കിട്ടുക, മൈനസ് 4. നമുക്ക് പുറത്തോട്ട് എഴുതാം. ഈക്വൽസ് n by 2 into തിരിച്ചെഴുതാം 2n minus 1 minus 3 minus 4. 2 കോമൺ ഫാക്ടർ എടുക്കുക. 2 എടുത്തു കഴിഞ്ഞാൽ n മൈനസ് 2 ബ്രാക്കറ്റിനകത്ത് വരുന്ന ഞാൻ പറഞ്ഞു തന്നല്ലോ എങ്ങനെയാ കണ്ടത്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. 2 പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൾട്ടിപ്പിൾസ് 2 ഡിവൈഡ് എഴുതാനാണ് ബ്രാക്കറ്റിനകത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. കോമൺ ഫാക്ടർ ആണ് എടുത്തത്, പൊതു ഘടകം. രണ്ടിലും 2 ഉണ്ട്, 2ന്റെ മൾട്ടിപ്പിൾ ആണ്. എന്തിനെടുത്ത ഈ 2 ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകാം. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. n into n, n സ്ക്വയർ മൈനസ് n into 2, 2. അപ്പൊ ഇതിന്റെ എന്താണ്, മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ Sn is equal to n സ്ക്വയർ മൈനസ് 2n. മനസ്സിലായല്ലോ. ഇനി നാലാമത്തെ ചോദ്യം 3n minus 2. നാലാമത്തത് xn is equal to 3n minus 2. n-ന് 1 കൊടുക്കുക. x1 is equal to 3 into 1 minus 2. 3 into 1 is 3. 3 minus 2 equals 1. അപ്പൊ നമുക്ക് x1 xn എല്ലാം അറിയാം, നമ്മൾ Sn കൊടുക്കുക. Sn is equal to n by 2 into x1 plus xn equals n by 2 into first term 1 plus 3n minus 2. n by 2 into 1 plus 3n minus 2 equals n by 2 into 1 minus 2. എത്ര വരും, ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ്, കുറച്ചിട്ട് വലുതിന്റെ സൈൻ മൈനസ് 1. 3n minus 1 എന്ന് കിട്ടും അല്ലേ. ഇതിന് കോമൺ ഫാക്ടർ ഒന്നും എടുക്കാനില്ല, എന്നോട് അകത്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ ഹാഫ് എന്ന് എഴുതുക. ഹാഫ് ഇൻറ്റു 3n into n, 3n സ്ക്വയർ മൈനസ്, ഇതാണ് ഇതിന്റെ Sn, സം ഓഫ് n ടേംസ്. അപ്പം ഈ നാലാമത്തെ ചോദ്യത്തില് 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അത് 4ഉം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് ചോദ്യം. The sum of first n terms of an arithmetic sequences are given below. Find the nth term of each. അതായത് നേരത്തെ ചോദ്യത്തിന്റെ നേരെ വിപരീതം. നേരത്തെ ചോദ്യത്തില് എന്ത് ടേം തന്നുകൊണ്ട് സം ഓഫ് n ടേംസ് കാണാൻ പറഞ്ഞു. ഈ ചോദ്യത്തില് സം ഓഫ് n ടേംസ് തന്നിട്ട് എന്ത് ടേം ആണ് കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തന്നിരിക്കുന്നത് സം ആണ്, ആൾജിബ്രൈക് ഫോം ഓഫ് സം ഓഫ് n ടേംസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് xn ആണ്. ഇതെന്താണ് Sn? Sn is equal to n square plus 2n. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, xn ആണ് അല്ലേ. n-ന് 1 കൊടുക്കുക, അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും 1 സ്ക്വയർ പ്ലസ് 2 into 1. 1 സ്ക്വയർ എന്ന് പറയുമ്പോ എത്ര, 1 into 1 1 plus 2 into 1
2. 1 plus 2, 3. S1 എന്ന് പറയുന്നത് തന്നെയാണ് x1. ഫസ്റ്റ് ടേം സം ഓഫ് വൺ ടേം എന്ന് പറയുന്നത് തന്നെയാണ് ഫസ്റ്റ് ടേം. x1 is equal to 3. x1 നമുക്ക് f എന്നും പറയാം. ഇനി 2 കൊടുക്കുക, n-ന് 2 കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2. ഇതിന്റെ മീനിങ് എന്താ? സം ഓഫ് ടു ടേംസ് എന്നാണ്. നമുക്ക് പുറത്തോട്ട് എഴുതാം. 2 സ്ക്വയർ ഈസ് S2 is equal to 2 square is 4 plus 2 into 2 4 equals 8. S2 equals 8. അപ്പം sum of two terms 8 first sum of one term that is first term 3 ആയാൽ ഇതിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ അതായത് ഈ S2 എന്ന് പറയുന്നത് എന്താണ്? x1 plus x2 ആണ് S2 എന്ന് പറയുന്നത്. ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം ഇസ് ഈക്വൽ ടു സം ഓഫ് ടു ടേംസ്. x1 നമുക്ക് അറിയാം. ഇത് നമുക്ക് രണ്ടാം പദം കണ്ടുപിടിച്ചൂടെ? രണ്ടാം പദം കണ്ടുപിടിച്ചാൽ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റും? പൊതു വ്യത്യാസം കണ്ടുപിടിച്ചൂടെ? അപ്പൊ x1-ന് 3 കൊടുക്കുക. 3 പ്ലസ് x2 ഇസ് ഈക്വൽ ടു സം ഓഫ് ടു ടേംസ് നമുക്ക് 8 എന്ന് കിട്ടിയല്ലേ? അത് ചെയ്യുന്ന x2 കിട്ടും. x2 ഈക്വൽ 3 ഇപ്പുറത്ത് കൊണ്ടുവരാ 8 മൈനസ് 3. അപ്പൊ നമുക്ക് x1 ഉണ്ട് x2 ഉണ്ട്. ഇനി d കണ്ടുപിടിച്ചൂടെ? d is equal to x2 minus x1 equals 5 minus 3 equals കിട്ടിയ 2 എന്ന് കിട്ടി. നമുക്കിനി എന്താ കണ്ടത്? xn ആ കണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് xn-ലോട്ട് കൊടുക്കാം. xn-ന്റെ ഫോം എന്താണ്? എന്ത് ടേമിന്റെ ഫോം? xn is equal to an plus b. a എന്ന് പറയുന്ന d, b എന്ന് പറയുന്നത് എന്താണ്? a is equal to d. d is equal to എത്ര നമ്മൾ കണ്ടുപിടിച്ചു? 2. b എന്ന് പറയുന്നത് എന്താണ്? f മൈനസ് d. f എത്രയാ? ഫസ്റ്റ് ടേം 3 മൈനസ് d എത്ര? ഫസ്റ്റ് ടേം d എത്ര? 2. 3 മൈനസ് 2 1. ഇതിൻ്റെ അകത്ത് എയും ബി ഒക്കെ കൊടുക്കാം. xn is equal to a into a is 2 into n plus b is 1 is equal to 2n plus 1. അപ്പം n സ്ക്വയർ പ്ലസ് 2n എന്ന എസ്-ന്റെ xn എത്ര കിട്ടി? 2n plus 1. മനസ്സിലായല്ലോ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യത്തില് 2n സ്ക്വയർ പ്ലസ് n ആണ് SN ആയിട്ട് തന്നിരിക്കുന്നത്. SN is equal to 2n സ്ക്വയർ പ്ലസ് n. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? xn അല്ലേ? ഇനി 1 കൊടുക്കുക. n-ന് 1 കൊടുക്കുമ്പോൾ 2 into 1 square plus 1 equals 1 square is 1. 2 into 1 2 plus 1 equals 3. ഇനി S2 കണ്ടുപിടിക്കുക. n-ന് 2 കൊടുക്കുക. 2 into 2 square plus 2. 2 square is 4. 4 into 2 8. 8 plus 2 equals 10. അപ്പം S2 കിട്ടി. എത്ര കിട്ടി? 10 എന്ന് കിട്ടി. അപ്പോൾ x1 plus x2 is S2. x1 എത്ര? ഫസ്റ്റ് ടേം. ഇത് തന്നെയാണ് x1. ഇവിടെ ഇതാ x1 is equal to 3. ഈ s1 is 3 എന്ന് പറയുന്നത് തന്നെയാണ് x1. 3 plus x2 is equal to s2 എത്ര? 10. 3 plus x2 equals 10. അപ്പൊ x2 എത്ര കിട്ടും? പുറത്തോട്ട് എഴുതാം. x2 equals 10 minus 3 equals 7. x2 നമുക്ക് 7 എന്ന് കിട്ടി. ഇനി നമുക്ക് ഫോർമുലയിൽ കൊടുക്കാം. എയും ബി ഇത് കോമൺ ഡിഫറൻസ് കാണണ്ടേ? കാണും. d is equal to എന്താണ്? x2 minus x1 equals എത്ര? x2 7 minus ഫസ്റ്റ് ടേം 3 equals 4. അപ്പം a is equal to d, that is 4. b is equal to f minus d.
എത്ര എഫ് എത്ര ഇതെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ വളരെ എളുപ്പമാണ്. എഫ് എത്ര ഫസ്റ്റ് ടേം എത്ര x1 എത്ര 3 മൈനസ് ഡി എത്ര 4. അപ്പൊ 3 മൈനസ് 4 -1 എന്ന് കിട്ടും. അപ്പൊ xn is equal to an plus b equals എത്ര -1. അപ്പൊ -1 into n plus b എത്ര b എന്ന് പറയുന്നത് സോറി a എന്ന് പറഞ്ഞാൽ 4 ആ 4 into n 4n b ആണ് -1 അപ്പൊ xn നമുക്ക് എത്ര കിട്ടി 4n minus 1. xn is equal to 4n minus 1. Third question, n square minus 2n. Sn is equal to n square minus 2n. S1, n into 1 order, 1 square plus 2 into 1. 1 square എന്ന് പറഞ്ഞാൽ 1. 1 minus 2 equals minus 1. ഇനി n into 2 order, S2. 2 square minus 2 into 2. 2 square is 4. 2 into 2, that also 4. So 4 minus 4, 0. S2 എന്ന് പറയുന്നത് 0 എന്ന് കിട്ടി. അപ്പം x1 plus x2 equal to s2. അപ്പൊ x1 എത്ര -1. s1 എന്ന് പറയുന്നതാണ് x1 അല്ലേ? x1 is equal to -1. -1 plus x2 is equal to s2 എന്ന് പറയുന്നത് എത്ര 0. Therefore x2 is equal to ഈ -1 ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോ +1. x2 +1 എന്ന് കിട്ടി. ഇനി നമുക്ക് കോമൺ ഡിഫറൻസും ഒക്കെ കാണണ്ടേ? d is equal to x2 minus x1. 1 minus -1. Minus minus plus. അപ്പം എത്ര വരും 1 plus 1 equals 2. d is equal to 2 എന്ന് കിട്ടി. ഇനി f minus d. f minus d എത്ര ഫസ്റ്റ് ടേം എത്ര -1 minus d is 2. -1 minus 2 is -3. അപ്പൊ നമുക്കിനി xn എഴുതിക്കൂടെ? xn is equal to an plus b. a എത്ര -1. -1 into n minus n. b is f minus d, that is -3. -n -3 എന്ന് കിട്ടും. എന്നിട്ട് xn is equal to -n -3. വേണമെങ്കിൽ നമുക്ക് മൈനസിനെ പുറത്തെടുത്തോട്ട് n+3 എന്ന് ബ്രാക്കറ്റിനകത്ത് എഴുതാം. നാലാമത്തെ ചോദ്യം 2n square minus n. Sn ആണ്. Sn is equal to 2n square minus n. നമുക്ക് കാണേണ്ട എന്താണ് xn ആണ് അല്ലേ? n-ന് 1 കൊടു. S1 equals 2 into 1 square minus 1. 2 into 1 square is 1 square is 1. 2 into 1 is 2. 2 minus 1 is equal to 1. ഇനി n-ന് 2 കൊടു. S2. 2 into 2 square minus 2 equals 2 square 4. 4 into 2 8. 8 minus 2 equals 6 എന്ന് കിട്ടും. x1 എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? s1 തന്നെയാണ് അല്ലേ? x1 is equal to 1. x1 plus x2 എന്ന് പറയുന്നതാണ് sum of two terms s2. x1 എത്ര 1. 1 plus x2 equal to s2 is 6. 1 plus x2 equals 6. ഇത് നമുക്ക് x2 കിട്ടും അല്ലേ? 1-ന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ 6 minus 1 equals 5. ഇനി കോമൺ ഡിഫറൻസ് കണ്ടുകൂടെ? d is equal to x2 minus x1 equals 5 minus x1 എത്ര 1 equals 4.
നൗ xn കൊടുക്കാം. xn is equal to an plus b. b എന്ന് പറയുന്ന d തന്നെയാണ് അല്ലേ? d എത്ര? 4. 4n plus b എന്ന് പറയുന്നത് എന്താണ്? f minus d. b is equal to f minus d. f എത്ര? 1. 1 minus 4. നമ്മൾ ഇവിടെ കാണാഞ്ഞുകൊണ്ടാണ് ഇവിടെ എഴുതിയത്. Equals 4n. 1 minus 4 is minus 3. ഇതാണ് ഈ SN-ന്റെ xn. xn is equal to 4n minus 3. അഞ്ചാമത്തെ ചോദ്യം n square minus n. അഞ്ചാമത്തെ സബ് ക്വസ്റ്റ്യൻ. അപ്പൊ SN ആണ് തന്നിട്ട്. SN is equal to n square minus n. n-ന് 1 കൊടുക്കുക. S1 is equal to 1 square minus 1. 1 square is 1. 1 minus 1 equal to 0. ഇനി S2. n-ന് 2 കൊടുക്കുക. 2 square minus 2. 4 minus 2 equals 2. x1 plus x2 ആണ് S2 എന്ന് പറയുന്നത്. x1 ആണ്. x1 is equal to 0. 0 plus x2 equals 2. Therefore, x2 is equal to 2 എന്ന് കിട്ടി അല്ലേ? നമുക്കിനി d കാണണം. d is equal to x2 minus x1. 2 minus 0 equals d is equal to 2. But a is equal to d is equal to 2. ഇനി b ആണ് കാണേണ്ടത്. b is equal to f minus d. f എത്ര? x1 that is 0 minus d എത്ര? 2 equal to minus 2. ഇനി നമുക്ക് ജനറൽ ഫോമിൽ എഴുതാം. xn is equal to an plus b. a എന്ന് പറയുന്നത് d equals 2n plus b എത്ര? minus 2. xn is equal to 2n minus 2. ഇതാണ് നമ്മുടെ xn. തന്നിരിക്കുന്ന സീക്വൻസിന്റെ SN തന്നിട്ടുണ്ട്. ആ സീക്വൻസിന്റെ xn ആണ് 2n minus 2. അപ്പോൾ നമ്മൾ 2 3 4 5 ചോദ്യങ്ങൾ ചെയ്തു. ഈ ചോദ്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ 3 ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അതുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.